Hi dears, welcome to Race Education. It's me Akhil. മകളെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ആ ചാപ്റ്റർ നമ്മളൊന്ന് സിമ്പിൾ ആക്കി മാറ്റാൻ പോവാണ്. സ്വതവേ 8ാം ക്ലാസ്സിൽ മക്കൾ കുറച്ചൊരു ടഫ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഈക്വൽ ട്രയാങ്കിൾസ്. ഇന്നത്തെ സെക്ഷനോട് കൂടെ എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്, ആ രീതിയിൽ ഒന്ന് സിമ്പിൾ ആക്കി നമുക്ക് ഈ ചാപ്റ്ററിനെ ഒന്ന് മാറ്റി നോക്കാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കുക. എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്ന് കണ്ടോ? ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കണ്ടോ? ഇത് സാധാരണ നമുക്ക് 8ാം ക്ലാസ്സിലൊന്നും പരീക്ഷയ്ക്ക് ഉണ്ടാവാറില്ല. ഹൈസ്കൂളിലേ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല സാധാരണ. അങ്ങനെ ആവുന്ന സമയത്ത് ഈ വർഷം പുതിയതായിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നു. ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇനി ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറെ പുതിയ ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. In a triangle, which three measurements must be equal to the corresponding measurements of another triangle for the remaining three measurements to also be equal? ഇതാണ് ചോദ്യം. മലയാളം കൂടെ ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. ഒരു ത്രികോണത്തിന്റെ ഏത് 3 അളവുകൾ മറ്റൊരു ത്രികോണത്തിന്റെ അതേ അളവുകൾക്ക് തുല്യമായാലാണ് മറ്റ് 3 അളവുകൾ തുല്യമാവുക. കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ഒരു ട്രയാങ്കിൾ, അത് കഴിഞ്ഞ് വേറൊരു ട്രയാങ്കിൾ, ഇങ്ങനെ 2 ട്രയാങ്കിൾസ് ഉണ്ട്. ആ 2 ട്രയാങ്കിളിലുള്ള ഏതെങ്കിലും 3 അളവുകൾ തുല്യമായാൽ ബാക്കിയുള്ള 3 അളവുകളും കൂടെ തുല്യമാവുന്നത് ഈ കൊടുത്ത ഏത് കണ്ടീഷനിലാണ് ശരിയായിട്ട് വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഏതാണ് ഈ 3, അടുത്ത 3 എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരു ട്രയാങ്കിളും മറ്റേ ട്രയാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആകെ 6 അളവുകളാണ് ഉണ്ടാവുക. ഏതൊക്കെ അളവ്? 3 സൈഡുകളും 3 കോണുകളും, അങ്ങനെ മൊത്തം 6 അളവുകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ആ 6 എണ്ണത്തിൽ ഏതോ ഒരു 3 എണ്ണം ഓക്കെ ആയിട്ട് വന്നാൽ, 2 ട്രയാങ്കിളിലും കൂടെ ഏതോ ഒരു 3 എണ്ണം ഓക്കെ ആയിട്ട് വന്നാൽ ബാക്കിയുള്ള 3 എണ്ണം താനേ റെഡി ആയിട്ട് വന്നോളും, ഈക്വൽ ആയിട്ട് വന്നോളും. അങ്ങനെയുള്ള ആ 3 അളവുകൾ ഏതാണെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. എന്നിട്ട് ഇവർ കുറെ ഓപ്ഷൻസും തരുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 3 സൈഡ്. 3 വശങ്ങൾ, ഒരു ത്രികോണത്തിന്റെ 3 വശം വേറെ ഒരു ത്രികോണത്തിന്റെ 3 വശം അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 3 അളവുകളും തുല്യമാവുമോ? ബാക്കി ഏതാ 3 എണ്ണം? പിന്നെ 3 ആംഗിൾ ആണ് ബാക്കി ഉണ്ടാവുക. അതും തുല്യമാവോ? ആവുമെങ്കിൽ അതാണ് ആൻസർ. അതല്ലെങ്കിൽ അടുത്ത വായിച്ചു, രണ്ടാമത്തെ ഓപ്ഷൻ വായിച്ചു നോക്കിക്കേ. 2 സൈഡ്സ് ആൻഡ് എനി 1 ആംഗിൾ. 2 വശങ്ങളും ഏതെങ്കിലും ഒരു കോണും തുല്യമായാൽ, അപ്പൊ 3 കാര്യങ്ങളായില്ലേ? 2 വശം 1 കോൺ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളായില്ലേ? ആ 3 കാര്യങ്ങൾ 2 ത്രികോണങ്ങളിൽ ഒരേപോലെ വന്നാൽ ബാക്കിയുള്ള 3 കാര്യങ്ങളും ഓക്കെ ആവുമോ? ഇവിടെ ബാക്കിയുള്ള 3 എന്താ? 2 സൈഡ് കഴിഞ്ഞാൽ പിന്നെ 1 സൈഡ് ബാക്കിയുണ്ട്, 1 ആംഗിൾ കഴിഞ്ഞാൽ പിന്നെ 2 ആംഗിൾ ബാക്കിയുണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ അവിടെ വീണ്ടും പെൻഡിങ്ങിലുണ്ട്. ആ 3 എണ്ണം ഓക്കെ ആയിട്ട് വരും. ഓക്കെ മീൻസ് ഈക്വൽ ആയിട്ട് വരുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അങ്ങനെ 4 കണ്ടീഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോന്ന് വായിച്ചു നോക്കുക. ഇതിലേതോ ഒരു കണ്ടീഷൻ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ആ 3 കാര്യങ്ങൾ 2 ത്രികോണങ്ങളിൽ, 2 ട്രയാങ്കിൾസിൽ ഒരേപോലെ വന്നാൽ ബാക്കിയുള്ള 3 മെഷർമെന്റ്സും ഒരേപോലെ തന്നെ വന്നിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻ ഇതിൽ ഏതാണെന്നൊന്ന് വായിച്ചു നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ അങ്ങനെയുള്ള 3 കണ്ടീഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ 3 കണ്ടീഷൻ വൃത്തിക്ക് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ തന്നെ സിമ്പിൾ ചാപ്റ്റർ ആയിട്ട് മാറും. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച 3 കണ്ടീഷൻസ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് ആദ്യം അതൊന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് ഈ മൊത്തം ചാപ്റ്ററിന്റെ റിവിഷനായി കിട്ടും. നോക്കണേ, ആദ്യം നമ്മൾ പഠിച്ചത് 2 ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ, ഈ സൈഡും സെയിം ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു സൈഡ് സെയിം ആയില്ലേ? ഇനി ഇതാ ഈ രണ്ടാമത്തെ സൈഡും ഈ രണ്ടാമത്തെ സൈഡും സെയിം ആക്കി എടുത്തു. ഇനി ഇതാ ഈ മൂന്നാമത്തെ സൈഡും ഈ മൂന്നാമത്തെ സൈഡും സെയിം ആക്കി. ഇങ്ങനെ സംഭവിച്ചാൽ എന്താ സംഭവിച്ചത്? സൈഡ് സൈഡ് സൈഡ്. ഈ എസ് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് വശങ്ങളാണ്. ഇപ്പൊ എസ് 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 എഴുതി വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? 3 വശങ്ങൾ. ഈ ത്രികോണത്തിലുള്ള 3 വശങ്ങൾ, അതേ വലുപ്പമുള്ള 3 വശങ്ങൾ ഇപ്പുറത്തെ ത്രികോണത്തിലും കണ്ടോ? അങ്ങനെ വന്നാൽ ഈ 2 ട്രയാങ്കിളുകൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, തുല്യ ത്രികോണങ്ങൾ. പിന്നെ ഇതിന്റെ അകത്ത് ബാക്കിയുള്ള ആളുകൾ 3 കോണുകളല്ലേ? ആ 3 കോണും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാവാൻ തുടങ്ങും. ഏതൊക്കെയാ തുല്യമാവാന്നറിയോ? നമുക്ക് ഇഷ്ടമുള്ളത് തുല്യമാക്കി എടുക്കരുതേ. തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്നതാണ് തുല്യമായ കോണുകൾ ഉണ്ടാവുക. നോക്കണേ, ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് എടുക്കണം. ഞാൻ ഈ ഒരു വരട്ട് വെച്ച ഈ സൈഡ് കണ്ടോ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് ഇത്. അതേ വലുപ്പമുള്ള ആംഗിൾ നിങ്ങൾക്ക് മറ്റേ ട്രയാങ്കിളിന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേ വലുപ്പമുള്ള ഒരു സൈഡ് ഇവിടെയുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആയിരിക്കും. ഇവന്മാർ രണ്ടും ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. ഇനി അടുത്ത നോക്കിക്കേ, ഒരേ വലുപ്പമുള്ള സൈഡ് നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എടുത്താൽ ഈ ആംഗിളും അതേപോലെ ഈ ആംഗിളും ഇത് രണ്ടും സെയിം ആയിരിക്കും. കാരണം അത് രണ്ടും ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് ആണ് കിടക്കുന്നത്. ഇനി മൂന്നാമതൊന്നും കൂടെ ബാക്കിയില്ലേ? ഈ മൂന്നാമത്തതും നമുക്ക് ഈക്വൽ ആയിട്ട് വരും.
ഇങ്ങനെ നമുക്ക് ഒരു കണ്ടീഷൻ ഫിനിഷ് ചെയ്യാം. ഇതേപോലെ രണ്ട് കണ്ടീഷൻസ് വേറെയും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ് പിന്നെ പഠിച്ചത്? പിന്നെ നമ്മൾ പഠിച്ച രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡും അതിന്റെ അറ്റത്ത് കിടക്കുന്ന രണ്ട് ആംഗിൾസ്, വൺ സൈഡ് ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻഡ്സ്. ഇതാ നോക്കിക്കേ, ഞാൻ ഒരു സൈഡ് എടുത്തു, അതേ വലുപ്പമുള്ള ഒരു സൈഡ് ഇപ്പുറത്തുനിന്നും എടുത്തു. കണ്ടോ, രണ്ട് ട്രയാങ്കിളിലും ഒരേ വലുപ്പമുള്ള ഒരു സൈഡ് കിട്ടിയേ. ഇനി ഞാൻ നോക്കുന്നത് ഇതിന്റെ ഒരറ്റത്തുള്ള ആംഗിൾ മറ്റേ അറ്റത്തുള്ള ആംഗിൾ, ഏതെങ്കിലും രണ്ട് ആംഗിൾ എടുത്താൽ ശരിയാവത്തില്ല. നിങ്ങൾ എടുത്ത സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾ തന്നെ വരണം. അതേ വലുപ്പമുള്ള ആംഗിൾ ഈ ഭാഗത്തും വന്നാലോ? ഇങ്ങനെ നോക്കിക്കേ, ഇങ്ങനെയാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇതിൽ ഏതൊക്കെയാ സെയിം എന്ന് അറിയാം. ഇതും സെയിം ആണ്. ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സൈഡ് രണ്ട് ട്രയാങ്കിളിലും സെയിം ആണ്. ഈ ആംഗിളും സെയിം ആണ്. ഈ ആംഗിളും സെയിം ആണ്. അങ്ങനെ വന്നാൽ ഇത് നമ്മൾ എങ്ങനെയാ ഷോർട്ട് ആക്കി പറയുക? ASA എന്ന് പറയും. ഒരു സൈഡ് ഇങ്ങനെ നടുവിൽ വരും, അതിന്റെ രണ്ടറ്റത്തായിട്ടായിരിക്കും ആംഗിൾ വരിക. ഈ രീതിയിൽ രണ്ട് ട്രയാങ്കിളുകളിൽ ഒരേപോലെ വന്നാൽ ഇത് തുല്യ ത്രികോണങ്ങളായിരിക്കും. ഇനി ഇവിടെയും ബാക്കി മൂന്നാൾക്കാരില്ലേ? ഏതാ മൂന്നാൾക്കാര്? ഈ രണ്ട് സൈഡും ഈ ഒരു ആംഗിളും, അങ്ങനെ മൂന്നാൾക്കാർ ബാക്കിയുണ്ട്. അതേ വലുപ്പമുള്ള രണ്ട് സൈഡും ആംഗിളും ഇപ്പുറത്തും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ചോദ്യത്തിലും ചോദിച്ചത്. മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആയാൽ ബാക്കി മൂന്ന് കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് മാറും. അങ്ങനെയുള്ള കണ്ടീഷൻ ഈ നാലെണ്ണത്തിൽ ഏതാണെന്നാ ചോദിച്ചത്. ഇപ്പൊ നമ്മൾ രണ്ടെണ്ണം പരിചയപ്പെട്ടു. സൈഡുകൾ മൂന്നെണ്ണം ഈക്വൽ വന്നാൽ ട്രയാങ്കിൾ ഈക്വൽ ആയിട്ട് മാറും. പിന്നെ എന്താ പറഞ്ഞത്? ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകൾ, ഏതെങ്കിലും രണ്ട് കോണുകൾ കിട്ടിയാൽ പോരാ, അതിന്റെ രണ്ടറ്റത്തുള്ള കോണുകൾ തന്നെ കിട്ടണം. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, മൂന്നാമത്തത്. നോക്കണേ, ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡും ഇവിടെ അതേ വലിപ്പമുള്ള രണ്ട് സൈഡ് ഇവിടെയുണ്ട്. ഈ രണ്ട് സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് കണ്ടോ, ഇവിടെയുള്ള ഈ ചെറിയ സൈഡും സെയിം ആണ്. ഈ സൈഡും സെയിം ആണ്. ക്വസ്റ്റ്യൻ കിട്ടി. ഈ രണ്ട് സൈഡിന് പുറമെ ഇവിടെ ഒരു ആംഗിളും കൂടെ സെയിം വരുന്നുണ്ട്. ആ ആംഗിളും എനിക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എങ്ങനെ എടുക്കണം? നമ്മൾ എടുത്ത രണ്ട് സൈഡിന്റെ ബിറ്റ്വീൻ വരുന്ന ആംഗിൾ ആയിരിക്കണം. ആ രണ്ട് വശങ്ങൾ ചേരുന്ന കോണായിരിക്കണം. അങ്ങനെ വരുന്ന ആംഗിൾ ഇതാ കണ്ടോ, ഇങ്ങനെ. ഈ രണ്ട് ട്രയാങ്കിളിലും ഇപ്പം രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും കണ്ടോ, രണ്ട് സൈഡും അവ ചേരുന്ന കോണും തുല്യമായതുകൊണ്ട് ഇതും തുല്യ ത്രികോണങ്ങളായിരിക്കും. ഇത് നമ്മൾ ഇങ്ങനെയാണ് പറയുക, SAS എന്ന് പറയും. എന്താ സംഭവം? സൈഡ് അതിന്റെ നടുവിലുള്ള ആംഗിൾ. ഇങ്ങനെ വന്നാൽ ഈ ട്രയാങ്കിൾ ഈക്വൽ ആവും. ഞാൻ മൂന്ന് കാര്യങ്ങളല്ലേ ഞാനിത് പറയാൻ വേണ്ടി യൂസ് ചെയ്തത്. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഓക്കെ ആയപ്പോൾ തന്നെ ബാക്കി മൂന്ന് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവും. ഏതാണ് ഇവിടുത്തെ ബാക്കി മൂന്നെണ്ണം? ഈ രണ്ട് സൈഡ് കഴിഞ്ഞാൽ ഒരു സൈഡും കൂടെ ബാക്കിയുണ്ട്, അപ്പോൾ ഒരെണ്ണയില്ലേ. ഈ ഒരു ആംഗിൾ കഴിഞ്ഞാൽ രണ്ട് ആംഗിൾ വേറെ ബാക്കിയുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മൂന്നാൾക്കാരും ഓക്കെ ആവും. എന്നിട്ട് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് മറ്റേ ട്രയാങ്കിളിന്റെ മുകളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ രണ്ടും ചേർന്ന് കറക്റ്റ് ഒരൊറ്റ ഒന്നുപോലെ നമുക്ക് തോന്നും. ആ രീതിയിൽ ഒന്നിന്റെ മുകളിൽ ഒന്ന് നമുക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എല്ലാ സമയത്തും നമ്മൾ 6 കണ്ടീഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. മൂന്ന് സൈഡും മൂന്ന് ആംഗിളും ഈക്വൽ ആവുന്ന സമയത്താണ് ഇത് ചേർന്ന് നിൽക്കുക. പക്ഷെ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ 6 ആൾക്കാരെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 3 ആളുകളെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാര്യം മനസ്സിലാവും. ആ 3 ആളുകൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ ഇത് SAS, രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും. അതല്ലെങ്കിലോ ഒരു സൈഡും അതിന്റെ എൻഡിലുള്ള രണ്ട് ആംഗിൾസ്. ഇനി അതല്ലെങ്കിൽ 3 സൈഡ്. ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെ ആയാൽ ട്രയാങ്കിൾ ഈക്വൽ ആവും, ബാക്കിയുള്ള 3 എണ്ണവും ഓക്കെ ആവും. ഇനി നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. എന്താ നമുക്ക് ആൻസർ വരിക? 3 വശങ്ങളുണ്ട്, രണ്ട് വശങ്ങളും ഏതെങ്കിലും ഒരു കോണുണ്ട്. അങ്ങനെ ഏതെങ്കിലും കോണ് പറ്റത്തില്ല, രണ്ട് വശത്തിന്റെ നടുവിലുള്ള കോണ് തന്നെ വരണം. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷൻ പറ്റത്തില്ല. ഒരു വശവും ഏതെങ്കിലും രണ്ട് കോണും നമുക്ക് പറ്റത്തില്ല. നമ്മൾ എടുത്ത സൈഡിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകൾ തന്നെ വരണം. അതുകൊണ്ട് ഇതും തെറ്റാണ്. ഇനി 3 കോണുകൾ മാത്രമായതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇതിൽ ശരിയായ ഉത്തരം ഏതാ? 3 വശങ്ങൾ, 3 സൈഡ്സ് ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ പഠിച്ച 3 കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ അല്ലേ 3 സൈഡ് SSS. ഇങ്ങനെ 3 സൈഡുകൾ രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആയാൽ അതിന്റെ അകത്തുള്ള 3 ആംഗിൾസും ഈക്വൽ ആയിട്ട് മാറും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് മെല്ലെ മുന്നോട്ടേക്ക് പോകണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക. അടുത്തതും ഒരു പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നിട്ടുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ്. നോക്കണേ, സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. കുറച്ചൊരു ചേഞ്ച്, നമ്മൾ പഠിക്കാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. വായിച്ചു നോക്കാം. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം ആർ ഈക്വൽ. ഇതിൽ ഏതൊക്കെയാണ്? എന്താ ക്വസ്റ്റ്യൻ അറിയോ? ഈ 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ, ചുവടെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ശരി? 1ഉം 2ഉം ശരിയാന്ന് പറയുന്നുണ്ട്, 1ഉം 3ഉം ആണ് ശരി, 1ഉം 4ഉം ആണ് ശരി, അല്ലെങ്കിൽ 2ഉം 4ഉം ആണ് ശരി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. കണ്ടീഷൻ വായിച്ചു നോക്കാം, ഏതാണ് ശരി നോക്കാം കേട്ടോ. നമുക്ക് ഓരോന്ന് മനസ്സിലാവുമ്പോൾ തന്നെ ടിക്കറ്റ് പോവാം. ശരിയുള്ളത് ടിക്കിടാം, അല്ലാത്ത വെട്ടിക്കളയാം. ഓക്കെ. The opposite sides of any parallelogram are equal. സാമാന്തരികങ്ങളുടെ എതിർവശങ്ങൾ തുല്യമാണ്. ശരിയാണല്ലോ. പാരലോഗ്രാം കണ്ടിട്ടില്ലേ? സാമാന്തരികങ്ങൾ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ എതിർവശങ്ങൾ തുല്യമാണ്. ഒന്നാമത്തത് ശരിയാണ്. ഒരു കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ അതൊരു ടിക്കറ്റ് വെച്ചു. ശരിയുള്ളത് ടിക്കറ്റ് ഉണ്ട്. രണ്ടാമത്തത് the opposite angles of a parallelogram are not equal. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? സാമാന്തരികങ്ങളുടെ എതിർകോണുകൾ തുല്യം അല്ല എന്നാണോ നമ്മൾ പഠിച്ചത്? തുല്യമാണ് എന്നല്ലേ പഠിച്ചത്? ഓപ്പോസിറ്റ് ആംഗിൾ പാരലോഗ്രാമിൽ ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ രണ്ടാമത്തത് തെറ്റാണ്. 1 ശരിയാണ്, 2 തെറ്റാണ്. മൂന്നാമത്തത് വായിച്ചു നോക്കിക്കേ. If two sides of a quadrilateral are equal and parallel, then the quadrilateral is a parallelogram. ഇത് നമ്മൾ ക്ലാസ്സിൽ പ്രൂവ് ചെയ്ത കണ്ടീഷനാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇഫ് 2 sides of a quadrilateral are equal and parallel, ഒരു ക്വാഡ്രിലാറ്ററലിലെ 2 സൈഡുകൾ ഈക്വലും പാരലലും ആയിട്ട് മാറിയാൽ ബാക്കി ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചാൽ കിട്ടാൻ പോകുന്നത് ഒരു പാരലലോഗ്രാം ആയിരിക്കും. നമ്മൾ ടെക്സ്റ്റിൽ പഠിക്കുന്നതാണ്, ഇത് പ്രൂവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. മൂന്നാമത്തത് വളരെ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. നാലാമത്തെ എന്താണെന്നറിയോ? In any isosceles triangle, each angle is 60 degree. ഏതൊരു സമപാർശ്വ ത്രികോണത്തിലും കോണുകളെല്ലാം 60 ഡിഗ്രിയാണ്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? സമപാർശ്വ ത്രികോണത്തിലുള്ള കോണുകളാണോ 60 ഡിഗ്രി? സമഭുജ ത്രികോണത്തിലുള്ളതല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലുള്ള ഏതൊരു ആംഗിളും 60 ഡിഗ്രിയാണ്. ഐസോസിലസ് ട്രയാങ്കിളിലെ ഏത് ആംഗിൾ എടുത്താലും 60 ഡിഗ്രി ഒന്നും വരാൻ പോകുന്നില്ല. നാലാമത്തതും തെറ്റാണ്. അപ്പൊ ശരിയായ ആൻസർ 1ഉം 3ഉം ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. 1 and 3 ഇത് രണ്ടുമാണ് നമുക്ക് ശരിയായിട്ട് വരുന്നത്. ആൻസർ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറച്ചൊരു വെറൈറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ വർഷം എക്സാമിന് പ്രതീക്ഷിക്കണം. നമ്മളെ SCRTയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. സോ മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ബാക്കി നമ്മുടെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, പ്രൂവ് ചെയ്യുന്ന ചോദ്യങ്ങളും അതേപോലെ ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും അതൊക്കെ അതേപോലെ അതിന്റെ കൂടെ ഉണ്ടാവും. അതിന് പുറമെ ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്തത്, ഇൻ ദ ഫിഗർ PQ ഈക്വൽ PR. PQവും PRും തുല്യമാണ്. ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം. PQവും PRും തുല്യമാണ്. ഓക്കെ. പിന്നെ പറയാണ് ആംഗിൾ Q 40 ഡിഗ്രി. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ Q 40 ഡിഗ്രി ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് കോൺ R എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഈ R എന്ന് പറയുന്ന ആംഗിൾ ഇത് എത്ര ഡിഗ്രി എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ട്രയാങ്കിളിൽ 2 സൈഡിന് ഒരേ വലുപ്പമാണ്. 2 സൈഡിന് ഒരേ വലുപ്പാണെങ്കിൽ നമ്മൾ ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ അതിന്റെ അകത്ത് 2 കോണുകളും തുല്യമല്ലേ? ഏതെങ്കിലും 2 കോണ് തുല്യമാവോ? ഇല്ല. ഏത് 2 സൈഡാണോ സെയിം വന്നത് അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 ആംഗിൾ ആണ് സെയിം ആവുക. ഈ 2 വശങ്ങൾ തുല്യമല്ലേ? അതുകൊണ്ട് ഈ തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ഇത് 40 ആണെങ്കിൽ ഇവിടെയും 40 ഡിഗ്രി തന്നെയായിരിക്കും. ആൻസർ കിട്ടി. എ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. ആംഗിൾ R എന്ന് പറയുന്നത് 40 ഡിഗ്രി തന്നെയാണ്. അടുത്ത ചോദ്യം ആംഗിൾ P. അതെല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ. ആംഗിൾ P എത്രയെന്നാണ് ചോദിക്കുന്നത്. മക്കളെ നിങ്ങൾ തന്നെ ഇപ്പൊ ആൻസർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവല്ലോ. ആംഗിൾ P ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടെ ചേർത്ത് വെച്ചാൽ 180 ഡിഗ്രി വരണ്ടേ? സോ 40യും 40യും കൂടെ 80, ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി 100 ഡിഗ്രി. അങ്ങനെ നമുക്ക് മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ P 100 ഡിഗ്രിയാണ് അതിന്റെ അകത്തുനിന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇനി അങ്ങോട്ടേക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ കുറച്ചും കൂടെ വലിയ വലിയ ചോദ്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൈഡ് സൈഡ് സൈഡ്, പിന്നെന്തായിരുന്നു പറഞ്ഞത്? സൈഡ്, ആംഗിൾ സൈഡ്, ആംഗിൾ സൈഡ് ആംഗിൾ. ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആക്കി മനസ്സിലാക്കി വെച്ചിട്ടില്ലേ? ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് 2 pairs ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാംഗിൾസ് ഗിവൺ ബിലോ. ഇവിടെ കൊടുത്ത 2 ത്രികോണങ്ങളിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 2 ജോഡി തുല്യമായ കോണുകൾ നിങ്ങൾ എഴുതി കൊടുക്കണം. നിങ്ങൾ ആദ്യം ആ ട്രയാങ്കിളിലേക്ക് ഒന്ന് നോക്കിക്കേ. ട്രയാങ്കിളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന നോക്കണേ, ഇവിടെ ഒരു 7, ദേ ഇവിടെ ഒരു 7.
ഒരു സൈഡ് സെയിമാ. ഇവിടെ ഒരു 4, ഇവിടെ ഒരു 4, അപ്പൊ രണ്ട് സൈഡ് സെയിം. ദേ കിടക്കുന്ന 6, മൂന്ന് സൈഡും സെയിമാ. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് വേറെ ട്രയാങ്കിളിന്റെ 3 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയി കിടക്കുന്നു. മക്കളെ ഉറപ്പിച്ചോ, ഇത് വെറും ട്രയാങ്കിൾസ് അല്ല, ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, തുല്യ ത്രികോണങ്ങളാണ്. ഒന്നിന്റെ മുകളിൽ ഒന്ന് ചേർത്ത് വെച്ചാൽ കറക്റ്റ് ചേർന്ന് നിൽക്കും. എന്ന് വെച്ചാൽ അതിന്റെ 3 വശങ്ങളും 3 കോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സെറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് കിടക്കുകയായിരിക്കും. അതിൽ തുല്യമായ 2 ജോഡി കോണുകളെ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുവോ? ഇല്ല. എങ്ങനെ എടുക്കും? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ളതാണ് നമ്മൾ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സൈഡ് സെലക്ട് ചെയ്യാം. ഞാൻ ഈ 7 എന്ന് പറഞ്ഞ സൈഡ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആരാ നോക്കിയപ്പം ആംഗിൾ Y ആണെന്ന് മനസ്സിലായി. ആംഗിൾ Y. ഇനി രണ്ടാമത്തെ പിക്ചറിലുള്ള 7 കണ്ടോ, അതിന്റെ ഓപ്പോസിറ്റ് ആരാ നോക്കിയപ്പം ആംഗിൾ P ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് എഴുതി വെക്കാം ആംഗിൾ ഏതാ വരേണ്ടത്? ആംഗിൾ Y ഈസ് ഈക്വൽ ആംഗിൾ P. ഒരു ജോഡി തുല്യമായ കോണുകൾ ഞാൻ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ രണ്ടാമത്തെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഞാനൊരു സൈഡ് സെലക്ട് ചെയ്ത് തരാം. സൈഡ് ഞാൻ 4 എന്ന് പറഞ്ഞ സൈഡാണ് ഞാൻ സെലക്ട് ചെയ്തത്. 4ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് Z. കണ്ട, 4ന്റെ ഓപ്പോസിറ്റ് Z. അപ്പൊ നമ്മൾ ആംഗിൾ Z ഈസ് ഈക്വൽ, ഈ ചിത്രത്തിലെ 4ന്റെ ഓപ്പോസിറ്റ് ഉള്ളത് ആംഗിൾ R. ഇത് രണ്ടും തുല്യമാണ്. 2 ജോഡി അവർ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ 2 ജോഡി എഴുതി. ഇനി വേണമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ എഴുതാൻ പറ്റും. 2 കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടിയല്ലേ ബാക്കിയുള്ളൂ. അത് വേണമെങ്കിൽ എഴുതാം, പക്ഷെ ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യനിൽ. നമ്മൾ ചോദിച്ചതിനനുസരിച്ച് ആൻസർ ചെയ്ത് കൊടുത്തു. അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യണേ. അടുത്ത കുറച്ചൊരു വലിയ ചോദ്യമാണ്, നല്ല അടിച്ചുപൊളി ചോദ്യം, കുറച്ച് തെളിയിച്ചൊക്കെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഇൻ ദ പിക്ചർ അല്ലെങ്കിൽ ഇൻ ദ ഫിഗർ G ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് CD. കറക്റ്റ് കണ്ടീഷൻ വായിക്കണേ. ചിത്രത്തിൽ CD-യുടെ മധ്യബിന്ദുവാണ് G. അപ്പൊ ചിത്രം നോക്കിക്കേ, CD എന്ന് പറഞ്ഞ ഒരു സൈഡ് കണ്ടില്ലേ? അതിന്റെ മിഡ് പോയിന്റ് കറക്റ്റ് നടുവിലാണ് G ഉള്ളത്. അങ്ങനെ മിഡ് പോയിന്റ് ആണെങ്കിൽ നമുക്കറിയാലോ, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരേ നീളമായിരിക്കൂലേ? അതുകൊണ്ടല്ലേ ഈ മിഡ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം അല്ലെ. ഇതും ഒരേ നീളമായിരിക്കും. ഏതാ? DG-ക്കും CG-ക്കും ഒരേ വലുപ്പമായിരിക്കും. അതുകൊണ്ടാണ് G മിഡ് പോയിന്റ് ആയത്. പിന്നെ പറയാണ്, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ D? കോൺ D എത്ര ഡിഗ്രി എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു 90 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ ഒരു 40 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് കോൺ D എത്ര ഡിഗ്രിയാണ്, ഇത് എത്ര ഡിഗ്രി എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ഡിഗ്രി ഉണ്ടാവും മക്കളെ? ഒന്ന് വലുതാക്കി വെച്ച് കാണിച്ചു തരാം. നോക്കിക്കേ, ഇവിടെ 90, ഇവിടെ 40, ബാക്കി എത്ര ഉണ്ടാവുക? അതൊരു ത്രികോണമല്ലേ, എല്ലാം കൂടെ 180 വേണ്ടേ? അതിലൊരു 90 ഇവിടെ തീർന്നു പോയി. അപ്പൊ ബാക്കി 2 എണ്ണം കൂടെ വേറെ ഒരു 90 വേണ്ടേ? ആ 90ൽ ഒരു പീസ് 40 ആണെങ്കിൽ ബാക്കി എത്രയുണ്ടാവുക? ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ 180 കറക്റ്റ് കിട്ടുകയും ചെയ്യൂലേ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ കിട്ടി. എത്ര കിട്ടിയത്? 50 ഡിഗ്രി. നമുക്ക് ഇവിടെ എഴുതി വെക്കാം, കോൺ D 50 ഡിഗ്രി. ഇനി BGC ആണ് അടുത്തത് ചോദിക്കുന്നത്. BGC അതെവിടെയുള്ളത്? BGC വലുതാക്കി വെച്ചിട്ടുണ്ട്. BGC സിമ്പിൾ, വേഗം പറഞ്ഞേ. BGC ഇത് എത്ര ഡിഗ്രി ഉണ്ടാവുക? നേരെ ഓപ്പോസിറ്റ് നോക്കിക്കേ, ഇതിന്റെ ഓപ്പോസിറ്റ് എതിർ കോണ് കണ്ടോ? 40. അപ്പൊ ഇതും 40 അല്ലേ വരിക? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ ഇവിടെയും നമുക്ക് 40 ഡിഗ്രി കിട്ടും. എതിർ കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസറും കിട്ടി. രണ്ടാമത്തതിന്റെ ഉത്തരം 40 ഡിഗ്രി. ഓക്കെ. സി ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ. ADG BCG എന്നീ ത്രികോണങ്ങൾ തുല്യമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിൽ ഈ 2 ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ പേര് പറയുന്നുണ്ട് ADG-യും BCG-യും. ADG BCG ഇത് തുല്യമാണോ എന്നാണ് ക്വസ്റ്റ്യൻ. ട്രയാങ്കിൾ ഈക്വൽ ആണോ അല്ലയോ എന്ന് നോക്കാൻ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം 3 കണ്ടീഷൻസ് ആണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വന്നാലേ ട്രയാങ്കിൾ ഈക്വൽ ആവുള്ളൂ. നമുക്കിത് പരീക്ഷയ്ക്ക് വന്നാൽ നമ്മളിത് എങ്ങനെയാ ചെയ്യാം? ഇതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ഈ ഫിഗറിലേക്ക് നോക്കിക്കോ. ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. ആദ്യം നിങ്ങളോട് പറഞ്ഞ ത്രികോണങ്ങളുടെ പേരൊക്കെ ഒന്ന് ഇവിടെ എഴുതി വെക്കുക. ഇൻ ട്രയാങ്കിൾ ADG ആൻഡ് ട്രയാങ്കിൾ BCG, ത്രികോണം ADG ത്രികോണം BCG എന്നിവയിൽ ആ ത്രികോണങ്ങളിൽ ഇനി ഏതെങ്കിലും സൈഡിന് ഒരേ വലുപ്പമുണ്ടോ ഒന്ന് നോക്കിക്കുക. 2 ട്രയാങ്കിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 2 സൈഡ് ഒരേ വലുപ്പമാണെന്ന് നമുക്ക് ആദ്യം അറിയുന്നല്ലേ. കാരണം എന്താ? G മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എഴുതി വെക്കുന്നു
ഡി ജി ഈസ് ഈക്വൽ ആണ് സി ജി. ഇതിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറയുന്നത്. ഡി ജിയും സി ജിയും ഈക്വൽ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. അതിനുശേഷം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇവിടെ ഒരു 40 ഡിഗ്രി, ഇവിടെയും 40 ഡിഗ്രി. അപ്പൊ രണ്ട് കോണുകൾ തുല്യമാണ്. 40 40 എന്ന് വരുന്ന രണ്ട് കോണുകൾ ഉണ്ട്. കോണിന്റെ പേര് എഴുതി വെക്കാം. കോൺ എ ജി ഡി ഈക്വൽ കോൺ ബി ജി സി. ഇത് രണ്ടും 40 ഡിഗ്രി ആയതുകൊണ്ട് തുല്യമായി. അപ്പോൾ ഒരു കാര്യം കൂടെ കിട്ടിയേ. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ? ഇത് 90യും ഇത് 40യും കഴിഞ്ഞ് ബാക്കി ഇവിടെ 50 എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടില്ലേ? അതേപോലെ ഈ താഴെയും 90യും 40യും കഴിഞ്ഞ് ഈ താഴെ ഒരു 50 ഡിഗ്രി ഉണ്ടാവും. മക്കളെ നോക്കിക്കേ, ഇവിടെ ഒരു 50, ഇവിടെയും ഒരു 50. അപ്പൊ രണ്ട് 50കൾ വീണ്ടും സെയിം വന്നു. ആംഗിൾ ഡി ഈസ് ഈക്വൽ ആണ് ആംഗിൾ സി. രണ്ടാൾക്കാരും 50 ഡിഗ്രിയാണ്. ഇത് മതി, നമുക്ക് വേണ്ട കണ്ടീഷനായി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോവാണ്, ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് ഞാൻ എഴുതാൻ പോവാണ്. ഞാൻ ഏത് കണ്ടീഷൻ വെച്ചിട്ടാണ് ഈക്വൽ ആക്കിയതെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഇവിടെ ഓപ്ഷൻസ് ഇവിടെ എഴുതി വെക്കാം. 3 സൈഡുകളാണോ സെയിം വന്നത്, അല്ലെങ്കിൽ 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള കോണുമാണോ സെയിം വന്നത്, സൈഡ് ആംഗിൾ സൈഡ്. ഇനി അതല്ലെങ്കിൽ ആംഗിൾ സൈഡ് ആംഗിൾ, ഒരു സൈഡും അതിൻ്റെ അറ്റത്തുള്ള 2 ആംഗിൾ ആണോ സെയിം വന്നത്, ഒരു വശവും അതിൻ്റെ 2 അറ്റത്തുള്ള കോണുകളുമാണോ സെയിം വന്നത്. ഈ 3 എണ്ണത്തിൽ ഏതോ ഒരു കണ്ടീഷൻ വന്നത് കൊണ്ടാണ് ഞാൻ താഴെ എഴുതാൻ പോകുന്നത്. Therefore, triangle ADG is equal to ട്രയാങ്കിൾ ബി സി ജി. ത്രികോണം എ ഡി ജിയും ത്രികോണം ബി സി ജിയും ഈക്വൽ ആണ്. റീസൺ എനിക്ക് ബ്രാക്കറ്റിൽ എഴുതണം. നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ ഏത് റീസൺ ആണ് നമുക്ക് വന്നത്? കിട്ടിക്കഴിഞ്ഞില്ലേ? ഏതാ റീസൺ? ASA ആണ് വന്നത്. ഒരു സൈഡും അതിൻ്റെ അറ്റത്തുള്ള 2 കോണുകളും വേണേ ഇങ്ങോട്ട് നോക്കിക്കോ. ഈ സൈഡും അതിൻ്റെ അറ്റത്ത് 40ഉം 50ഉം, അതേപോലെ ഒരേ വലുപ്പമുള്ള ഒരു സൈഡും അതിൻ്റെ അറ്റത്ത് 40ഉം 50ഉം. കണ്ട, ഒരു വശവും അതിൻ്റെ 2 എൻഡിലുള്ള ആംഗിൾസും സെയിം ആയിട്ട് വന്നതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ ബാക്കി 3 അളവുകളും സെയിം ആവും കേട്ടോ. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത 3 അല്ലാതെ ബാക്കിയുള്ള 3 അളവുകളും സെയിം ആവും. അങ്ങനെ മൊത്തം 6 കാര്യങ്ങളാണ് 2 ത്രികോണങ്ങളിലും കൂടെ തുല്യമായിട്ട് വരും. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ് കണ്ടീഷൻ. ASA വെച്ചിട്ട് ആ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അവിടെ ഒരു ചോദ്യം കൂടെ ബാക്കിയില്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ജി എന്നത് AB-യുടെയും മധ്യബിന്ദുവാണെന്ന് തെളിയിക്കുക. ഈ ജി എന്ന് പറയുന്ന പോയിന്റ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞു CD-യുടെ മധ്യബിന്ദുവാണ് ജി എന്നാണ് അവർ ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പം പറഞ്ഞത്. ഇപ്പൊ നിങ്ങളോട് പറയാണ് AB-യുടെയും മധ്യബിന്ദു ജി ആണെന്ന് നിങ്ങളോട് ഒന്ന് തെളിയിച്ചു കൊടുക്കാൻ. പണിയുണ്ടോ? ഒരു പണിയില്ല. കാരണം എന്താ? ഈ 2 ത്രികോണങ്ങൾ ഇപ്പോൾ തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. തുല്യ ത്രികോണങ്ങൾക്ക് ഒരു പ്രത്യേകത അല്ലേ? ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡുകൾ സെയിം ആയിരിക്കും. തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 50 ഡിഗ്രി, ഈ താഴെയും ഇവിടെയും ഒരു 50 ഡിഗ്രി അല്ലേ ഉണ്ടാവുക. ആ 2 50 ഡിഗ്രിയുടെ എതിരെയുള്ള വശങ്ങൾ നോക്കിക്കേ. ഇത് രണ്ടും ഒരേ വലുപ്പമാണ് വരേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് ആൻസർ എഴുതുന്നുണ്ട്. ഡി ക്വസ്റ്റിൻ്റെ ആൻസർ ഇവിടെ എഴുതുന്നുണ്ട്. AG എന്ന് പറയുന്ന സൈഡ് ഈക്വൽ ആയിരിക്കും BG എന്ന് പറയുന്ന സൈഡ്. എന്തുകൊണ്ടാണ് അത് ഈക്വൽ ആവാൻ കാരണം? ഈ 2 ആംഗിൾ സെയിം ആണ്. സെയിം ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ട്രയാങ്കിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ സെയിം ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സെയിം സൈഡുകളാണ് വരിക. അങ്ങനെ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇവിടം വരെയും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരേ നീളമാണെങ്കിൽ മക്കളെ നമുക്ക് പറഞ്ഞൂടെ ജി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞൂടെ? ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നീളമാണെങ്കിൽ പിന്നെ ഉറപ്പല്ലേ AB-യുടെ മിഡ് പോയിന്റ് ആണ് ജി. അതുകൊണ്ട് നമ്മൾ താഴെ എഴുതി വെക്കുന്നു therefore G is the midpoint ഓഫ് AB. AB-യുടെ മധ്യബിന്ദുവാണ് ജി. AB-യുടെ മധ്യബിന്ദുവാണ് ജി. ഇതല്ലേ നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞേ? ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ട്രയാങ്കിൾ ഈക്വൽ ആണോ എന്ന് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഈ 3 കണ്ടീഷൻസ് മനസ്സിലേക്ക് വരണം. നിങ്ങൾ ആ 2 ത്രികോണങ്ങളിൽ ഏതെങ്കിലും സൈഡ് സെയിം ഉണ്ടോ നോക്കുക, ഏതെങ്കിലും ആംഗിൾ സെയിം ഉണ്ടോ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകിൽ 3 സൈഡ് സെയിം വന്നാൽ മതി, ട്രയാങ്കിൾ ഈക്വൽ ആയി.
ഈക്വൽ ആയ ബാക്കിയുള്ള 3 ആംഗിളും സെയിം ആവും. ഇനി രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള കോണ് വരണം, അത് ചേരുന്ന കോൺ. ഏതെങ്കിലും കോണ് വന്നിട്ട് കാര്യമില്ല. അങ്ങനെ രണ്ട് സൈഡും അത് ചേരുന്ന കോണും രണ്ട് ത്രികോണത്തിൽ തുല്യം വന്നാൽ നമുക്ക് പറയാം ത്രികോണങ്ങൾ തുല്യമായി. അപ്പൊ അവിടുത്തെ മൂന്നാമത്തെ സൈഡും ബാക്കിയുള്ള രണ്ട് കോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിട്ട് വന്നോളും. അതേപോലെ തേർഡ് കണ്ടീഷൻ അതല്ലേ നമ്മളിപ്പം ചെയ്തത്. ഓക്കെ, എന്നാ അടുത്ത ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ, ഇതിൽ ഏത് കണ്ടീഷനാണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ട്രാക്കിലായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വേറെ പുതിയ പുതിയ ചോദ്യങ്ങൾ ഒറ്റയ്ക്ക് എടുത്ത് ചെയ്ത് നോക്കാം. നിങ്ങൾ ഏത് ക്വസ്റ്റ്യനിലും ത്രികോണം തുല്യമാവണമെങ്കിൽ ഈ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ഓക്കെ ആയാൽ മതി. നമുക്ക് അടുത്ത് പോയി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the figure PA equal PD, PA equal PD ആണ്. കൂടാതെ AB BC CD ഇവ തുല്യമാണ്. AB സമം BC സമം CD. ചിത്രം പോയി നോക്കാം. PAയും PDയും തുല്യമാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതാദ്യം മാർക്ക് ചെയ്ത് വെക്കട്ടെ. ഈ രണ്ടാളുകൾക്ക് ഒരേ വലുപ്പമാണെന്ന് ചോദ്യത്തിൽ തന്നു. പിന്നെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞെന്നറിയോ, താഴെയുള്ള ഈ AB BC CD ഈ 3 ഭാഗങ്ങൾക്കും ഒരേ വലുപ്പമാണ്. ഇതും 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 തുല്യമാണ്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നത്. ഇനി നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. ഇഫ് ആംഗിൾ എ ഈക്വൽ 50 ഡിഗ്രി ദെൻ ആംഗിൾ ഡി ഈക്വൽ ഡാഷ്. ഓക്കെ, ആംഗിൾ എ 50 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എത്രയെന്നാണ് ചോദിക്കുന്നത്. ആംഗിൾ എ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ആംഗിൾ എ 50 ഡിഗ്രി. നിങ്ങളോട് ചോദിക്കുന്നത് ആംഗിൾ ഡി എത്രയെന്നാണ്. ഉത്തരം കിട്ടിയോ? ഇല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഞാനൊരു വലിയ ത്രികോണം കാണിച്ചു തരാം. ഇതാണ് ആ വലിയ ട്രയാങ്കിൾ PAD. കണ്ട, ഈ ട്രയാങ്കിളിൽ ഈ രണ്ട് സൈഡിന് ഒരേ വലുപ്പമാണ് എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ. രണ്ട് സൈഡ് ഒരേ വലുപ്പമാണെങ്കിൽ അത് എന്ത് ട്രയാങ്കിളാ? ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. അപ്പൊ രണ്ട് കോണുകൾ തുല്യമാവണ്ടേ? തുല്യമായ വശങ്ങൾക്ക് എതിരെ വരുന്ന കോണുകൾ തുല്യമാവും. ഈ വശത്തിന്റെ നേരെ എതിരെ 50 ഡിഗ്രി. അപ്പൊ ഇതിന്റെ നേരെ എതിരെ എത്ര വരണം? ഇതും 50 ഡിഗ്രി തന്നെ ഉണ്ടാവും. ഒന്നാമത്തെ ചോദ്യം നമുക്ക് ആൻസർ കിട്ടി. 50 ഡിഗ്രി ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. രണ്ടാമത്തെ ചോദ്യം വായിച്ചോളാം. PB സമം 5 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PC? വൈ? എന്തുകൊണ്ടെന്നും ചോദിക്കുന്നുണ്ട്. ചുമ്മാ എന്തെങ്കിലും എഴുതി വെച്ചാൽ മാർക്ക് തരത്തില്ല. അപ്പൊ നോക്കണേ, PBയുടെ നീളം, PB എവിടെ? ഇതാണ് PB. ആ PBയുടെ നീളം 5 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ PC, ഈ PC എന്ന് പറയുന്ന സൈഡിന്റെ നീളം എത്രയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ. അത് ചെയ്യാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളിതാ ഈ ട്രയാങ്കിളും ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ രണ്ട് ട്രയാങ്കിൾസ് ഇവിടെ എഴുതി വെക്കാം. ഏതൊക്കെയാ ട്രയാങ്കിൾ? ഇൻ ട്രയാങ്കിൾ ABP ആൻഡ് ട്രയാങ്കിൾ DCP. ഈ ABP എന്ന് പറഞ്ഞ ട്രയാങ്കിളും DCP എന്ന് പറയുന്ന ട്രയാങ്കിളും ഒന്ന് നോക്കാം. ആ രണ്ട് ട്രയാങ്കിളിൽ ഏതെങ്കിലും സൈഡിന് ഒരേ ലെങ്ത് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി PAക്കും PDക്കും ഒരേ വലുപ്പമാണ്. ഞാനത് താഴെ എഴുതി വെച്ചേക്കാം. PA ഈക്വൽ PD ആണ്. പിന്നെ ഒരു കാര്യം കൂടെ കിട്ടി. AB എന്ന് പറഞ്ഞ സൈഡിനും CD എന്ന് പറഞ്ഞ സൈഡിനും ഒരേ വലുപ്പമാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതും കൂടെ എഴുതി വെച്ചേക്കാം. AB ഇസ് ഈക്വൽ ആണ് CD. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണോ? മൂന്നാമത്തത് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് എത്രയും നല്ല ക്വസ്റ്റ്യൻ. അതുകൊണ്ട് മൂന്നാമത്തെ സൈഡിനെ പറ്റി പറയാൻ നമ്മുടെ കയ്യിൽ ഇപ്പം ഡാറ്റ ഇല്ല. അതുകൊണ്ട് സൈഡ് നിർത്ത്. ഇനി ആംഗിളിലേക്ക് പോയിക്കോ. ആംഗിൾ ഏതെങ്കിലും സെയിം ഉണ്ടോ? ഈ ട്രയാങ്കിളിലും ഏതെങ്കിലും ആംഗിൾ സെയിം ഉണ്ടോ? ദേ ഒരു 50, ദേ ഒരു 50. സെയിം അല്ലേ? ആംഗിൾ എ ഈക്വൽ ആണ് ആംഗിൾ ഡി. രണ്ടാൾക്കാരും 50 ഡിഗ്രി മതി. ഇത്രയും കണ്ടീഷൻ മതി മക്കളെ. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയി കഴിഞ്ഞു. എന്തുകൊണ്ട് ഈക്വൽ ആയി എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുമോ? ഏതാ നമ്മുടെ 3 ആളുകളിൽ ആരാ വന്നത്? 3 സൈഡാണോ വന്നത്? അല്ലെങ്കിൽ രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള കോണാണോ വന്നത്? ഇനി അതല്ലെങ്കിൽ ഒരു സൈഡും അതിന്റെ അറ്റത്തുള്ള രണ്ട് കോണുകളാണോ വന്നത്? ഏതാ അവിടെ വന്നത്? രണ്ടാമത്തെ. ഈ രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള കോണും അതേ വലുപ്പമുള്ള രണ്ട് സൈഡ് അതിന്റെ ഇടയിലുള്ള കോൺ SAS വെച്ച് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് താഴെ എഴുതി വെക്കുന്നു. Therefore these triangles are equal. ഈ ത്രികോണങ്ങൾ തുല്യമാണ്. എന്തുകൊണ്ടാ തുല്യമായത്? റീസൺ എന്താ? കാരണം SAS
അത് ഇനി വേർഡ്സിലാണ് എഴുതുന്നതെങ്കിൽ ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും മറ്റൊരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾക്കും അവ ചേരുന്ന കോണിനും തുല്യമായതിനാൽ ഈ ത്രികോണങ്ങൾ രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. അങ്ങനെ ട്രയാങ്കിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് സെയിം ആവണ്ടേ? സോ ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഈ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും 5 തന്നെ വേണ്ടേ? നമ്മളോട് ചോദിച്ച സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. Therefore ആരെ കിട്ടി? PC ഈസ് ഈക്വൽ PB ഈസ് ഈക്വൽ രണ്ടാളുകളും 5 സെന്റിമീറ്റർ വീതമായിരിക്കും ഉണ്ടാവുക. സംഭവം സെറ്റ് അല്ലേ? കണ്ടുപിടിക്കാനാവുന്നില്ലേ? അപ്പൊ ഇനി ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിലെ സൈഡ് സെയിം ഉണ്ടോ, ആ ട്രയാങ്കിളുകളിലെ ആംഗിൾ സെയിം ഉണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പഠിച്ച ഈ കണ്ടീഷൻ നോക്കുക. ഈ 3 എണ്ണത്തിൽ ഏതാണോ ഓക്കെ ആയിട്ട് വരുന്നത് അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ട്രയാങ്കിൾ ഈക്വൽ ആയോ. ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 3 കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈക്വൽ ആക്കിയത്. ആ 3 എണ്ണത്തിൽ പെടാത്ത ബാക്കി 3 എണ്ണമില്ലേ, ആ 3 എണ്ണവും അതേപോലെ ഈക്വൽ ആയിട്ട് വരും. അതെങ്ങനെയാ നമ്മൾ നോക്കുക? തുല്യമായ സൈഡ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സെയിം ആയിട്ട് കിട്ടും. തിരിച്ചും പറയാം, ഈക്വൽ ആംഗിൾ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് സെയിം ആവും. ഈക്വൽ സൈഡ് ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ സെയിം ആവും. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്കാക്കി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്ത് നോക്കി. ഇനി നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറേ ചോദ്യങ്ങളിലെ ഇതൊന്ന് മനസ്സിലാക്കി വീഡിയോ കണ്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.